വെളുപ്പാൻ കാലത്ത് നമുക്കൊരു യോഗ തുടങ്ങാം. ആദ്യമേ ബോഡി മൊത്തം ഒരു ലൂസനിങ് എക്സർസൈസാണ്. ആ ലൂസനിങ് എക്സർസൈസ് ഏത് പ്രായമായവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ഓരോരുത്തരുടെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ കണ്ണിൻ്റെ പിരിവും ഒന്ന് മസാജ് ചെയ്യും. കണ്ണിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ താഴെ മസാജ് ചെയ്യുക. ഇതിങ്ങനെ പല പ്രാവശ്യം ചെയ്യുക. കണ്ണിൻ്റെ ചുറ്റുവട്ടം ഉണ്ടാവുന്ന മസിലുകൾക്ക് ഒരു വ്യായാമമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കവിളിലേക്ക് പോകുന്നു. കവിളൊക്കെ ഒന്ന് മസാജ് ചെയ്യിക്കുക. ചെവിയുടെ സൈഡുകളെല്ലാം കൈകൊണ്ട് പറ്റുന്ന കണക്കുള്ള ഒരു മസാജ് ചെവിക്ക് കൊടുക്കുക. ഇത് നമ്മുടെ ശരീരഭാഗമായതുകൊണ്ട് അതിന് ആവശ്യമുള്ള ഒരു വ്യായാമം. ഇങ്ങനെ നമ്മൾ ശരീരം മൊത്തം നമ്മൾ കൊടുക്കണം. അതിനെ നമ്മൾ താലോലിക്കുന്നത് പോലെ അതിന് തോന്നണം. ഇനി നമ്മൾ ചുണ്ടിലേക്ക് മൂക്കിന് രണ്ട് തള്ളവിരൽ മൂക്കിനകത്തോട്ട് കയറ്റിയിട്ട് മേൽവശം തടവി വിടുക. ഇനി നമ്മൾ ചുണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചുണ്ടും കണ്ണും ഒക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. കണ്ണ് സൈഡിലേക്ക് മേലോട്ടും എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ അതുപോലൊക്കെ നോക്കുക. കണ്ണിന് ഒരു വ്യായാമമാണ്. ചുണ്ടിൻ്റെ മസിലുകൾക്കും ഒരു വ്യായാമം കിട്ടുന്നതാണ്. ഓക്കെ. ഒരു ദിവസം ആരും ചുണ്ടുകൾക്ക് ആവശ്യമുള്ള വ്യായാമം ചിരിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ്. ചിലരൊക്കെ ചിരിക്കുന്നത് ഒരു റെഡിമെയ്ഡ് ചിരി പോലാണ്. ചിലർ ഒരിത്തിരി പല്ല് കാണും. അപ്പോൾ അത്രയും മസിലുകൾ ചലിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചുണ്ടുകൾക്ക് വ്യായാമം കൊടുക്കുകയാണ്. അത് നമ്മുടെ താടിയെല്ലിനും ആ മസിലുകൾക്ക് എല്ലാത്തിനും ഒരു വ്യായാമമാണ്. ശബ്ദമുണ്ടാക്കി ചിരിക്കുമ്പോൾ നമ്മളെ ഇവിടുത്തെ മസിലുകൾക്കെല്ലാം നല്ലൊരു വ്യായാമമാണ്. ഇനി നമ്മൾ കണ്ണ് മാത്രമായിട്ടുള്ള മേലോട്ട് നോക്കുക, താഴേക്ക് നോക്കുക, മേലോട്ടും താഴോട്ടും. കണ്ണ് സൈഡിലേക്ക് നോക്കുക. ഇടതുവശത്തേക്ക് വെട്ടിച്ച് വലത്തോട്ട് നോക്കണം. കണ്ണിൻ്റെ റൊട്ടേഷൻ. കണ്ണിൻ്റെ റൊട്ടേഷൻ തിരിച്ചു മറിച്ചും ഒക്കെ റൊട്ടേഷൻ കൊടുക്കണം. ഓക്കെ. ഇനി കണ്ണ് പല പ്രാവശ്യം അടച്ചു തുറക്കുക.
കൈ ഒന്ന് തിരുമ്മി കണ്ണിനെ ചെറിയ തടവി കൊടുക്കുക. ചെറിയൊരു തടവിൽ മാത്രം ഒരു 3 പ്രാവശ്യം. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ കഴുത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴുത്ത് മേലോട്ട് നോക്കുന്നു, താഴേക്ക് നോക്കുന്നു, മേലോട്ട് താഴോട്ട്, മേലോട്ട് താഴോട്ട്, സൈഡിലേക്ക്, നേരെ അടുത്ത സൈഡിലേക്ക്. ഇനി റൊട്ടേഷൻ. തിരിച്ചു കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ തലകറക്കം തോന്നുന്നവർ ഇത് ചെയ്യരുത്. സ്പോണ്ടിലോസിസ് രോഗമുള്ളവർ, കഴുത്ത് സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഈ യോഗ എല്ലാ ദിവസവും 2 നേരവും 3 നേരവും ഒക്കെ ചെയ്യുക. എവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാക്ക് ആർച്ച് എന്ന് പറയും. ബാക്ക് ആർച്ച്. ഇത് ഫ്രണ്ട് ആർച്ച്. ഫ്രണ്ടിൽ മാത്രം കറക്കുക. മൊത്തമായിട്ട് കറക്കുക. ഓക്കെ, നമ്മളത് ചെയ്തു. ഇനി നമ്മൾ കൈവിരലിലേക്ക് പോവുക. കൈവിരലിൽ ഫ്രണ്ടിൽ നമ്മളെ കയ്യിൽ കുറച്ച് മൈദ മാവ് നമ്മൾ കുഴച്ച് കൂട്ടുന്ന കണക്ക് കാണിക്കും. കൈവിരലുകളെല്ലാം കറക്റ്റായിട്ട് ഞെവടി അങ്ങ് ശരിയാക്കണം. അങ്ങനെ ആ വിരലുകൾക്കെല്ലാം നല്ലൊരു വ്യായാമം നമ്മൾ കൊടുക്കുകയാണ്. കൈയുടെ ആ കുഴ കറക്കുക. തിരിച്ചും മറിച്ചും കൈയുടെ കുഴ കറക്കുക. എല്ലാ ജോയിൻറ്റുകൾക്കും നമ്മൾ ഈ ലൂസനിങ് എക്സസൈസ് പ്രയോജനപ്പെടണം. ഓക്കെ, നമ്മൾ കൈവിരലുകൾക്കെല്ലാം നമ്മൾ കൊടുത്തു. ഇനി വലത് കൈമുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ കുഴ കറക്കുക. അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസിലേയും കറക്കണം. എത്ര പ്രാവശ്യം ഓരോ ജോയിൻസിനും നമ്മൾ കൊടുക്കുന്ന വ്യായാമം കൂടുതൽ ചെയ്യുന്നു അത്രയും നല്ലത്. ഞാൻ വീഡിയോയിലായതുകൊണ്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ. അടുത്ത ഇടത് കൈ പിടിക്കുക. ഇടത് കൈയുടെ കുഴ കറക്കണം. ഓക്കെ. ഇനി നമ്മൾ ഈ തോളല് രണ്ടിൻ്റെയും തോളിന് വേണ്ട വ്യായാമം കൊടുക്കണം. കൈ കറക്കുക. 1 2 3 4 5 6. തിരിച്ച് കറക്കുക. 1 2 3 4 5 6. അടുത്ത ഇപ്പുറത്തെ കൈക്ക് കൊടുക്കുക. 1 2 3 4 5. 1 2 3 4 5 6. ഓക്കെ. ഇനി 2 കൈ കൊണ്ട് ഫ്രണ്ടിൽ കൊടുത്ത് കിടക്കുക. 1 2 3 4 5 and 6. 6 5 4 3 2 and 1. ഓരോ കൈയും മേലോട്ട് ആഞ്ഞു വീശുക. 1 2 3 4 5 6 7 8 9 10 11 12 12 11 10 9 8 7 6 5 4 3 2 and 1. ഇനി ലൂസനിങ് പോലെ ടാട്ടുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1.
സൈഡിലേക്ക് 1 2 3 4 5 and 6 6 5 4 3 2 and 1. ബാക്കിലേക്ക് കൈ കൊണ്ടുവന്നിട്ട് ചെയ്യുക 1 2 3 4 5 6 6 5 4 3 2 and 1. അപ്പോൾ കൈക്കുള്ള എത്രയും നമ്മൾ ചെയ്തു. ഇനിയും എത്രയും കൂട്ടി ചെയ്യുന്നു അത്രയും നല്ലത് തന്നെയാണ്. ഇനി ഇടുപ്പിലേക്ക് പോവാം. ഇടുപ്പ് റൊട്ടേഷൻ 1 2 3 4 5 6 തിരിച്ച് 6 5 4 3 2 and 1. ഇനി ഫ്രണ്ട് ഇടുപ്പിനെ ചലിപ്പിക്കുക 1 2 3 4 5 6 6 5 4 3 2 and 1. ഇനി കാൽമുട്ടിലേക്ക് പോകും. 2 കാൽമുട്ടലും ചേർത്ത് പിടിക്കുക. മുമ്പോട്ട് കൊണ്ടുപോവാം. സൈഡിലോട്ട് വിടർത്തി കൊണ്ടുപോകുക. ഇത് നമ്പർ ഓഫ് ചെയ്തതിന് ശേഷം അത് തിരിച്ചിറക്കുക. ബാക്കിലേക്ക് കൊണ്ടുവന്ന് കറക്കുക. ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കുക. ഫ്രണ്ടിൽ ബാക്കിൽ ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് മൊത്തമായിട്ട് കാല് പിടിച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ച് കറക്കുക. അത് തിരിച്ച് കറക്കുക. ഓക്കെ. അപ്പോൾ കാൽമുട്ടിന് നമ്മൾ ചെയ്തു. ഇനി കാൽപാദത്തിലേക്ക് പ്രവേശിക്കുക. കാൽപാദം ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് മുമ്പോട്ടും പുറന്നോട്ടും ഒക്കെ ചലിപ്പിക്കുക. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കണം. കാലിൻ്റെ കുഴയ്ക്കുള്ള കറക്കത്തിന് വേണ്ടിയാണ്. എല്ലാ കുഴകൾക്കും നമ്മൾ വ്യായാമം കൊടുത്തു. ഇനി അടുത്ത അത് കാലൊന്ന് കുടഞ്ഞു വയ്ക്കാം. ഇടത് കാൽ അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേഷൻ. ഓക്കെ. ഇത്രയും നമ്മുടെ ലൂസനിങ് എക്സസൈസ് ആണ്. ഇത് സ്റ്റഡി ആയിട്ട് നിന്നുകൊണ്ട് ശരീരം മൊത്തം ഒന്ന് റിലാക്സ് ചെയ്യുക. ബോഡി മൊത്തം ഒരു ഷേക്ക്. ഓക്കെ. ഇപ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള ജോയിൻറ്റിന് ആവശ്യമുള്ള എല്ലാ എക്സസൈസും ആയി. ഇനി അടുത്ത യോഗ നമുക്ക് തുടങ്ങാം. ഇത് ക്ലോസ് ചെയ്യും.